ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷമാസ്, കേൾക്കുന്നുണ്ടോ? ഷമാസ്, ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രാജിവെച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് KSUവിന്? പറഞ്ഞു. അങ്ങനെ ഒരു വാർത്തയല്ലാതെ ഔദ്യോഗികമായ അത്തരം ഒരു തരത്തിലുള്ള വിവരം അദ്ദേഹമോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല. അത്തരമൊരു രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ അല്ല നിലവിലുള്ളതെന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ രാജി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടിക അന്ത്യമായി പുറത്തു വരാത്ത ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. അത്തരമൊരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. സ്വാഭാവികമായും KSU പ്രസിഡന്റ് ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട KSU ഭാരവാഹികളെ കൃത്യമായി എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് നേതൃത്വം വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുകയും അതനുസരിച്ച് സീറ്റ് നൽകുകയും ഒക്കെ ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. KSUവിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് KSUവിന് അർഹമായ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ ഷമാസ്? അർഹമായ പ്രാതിനിധ്യത്തിന്റെ ഒരു പ്രശ്നമല്ല. പല ഘടകങ്ങളും വിന്നബിലിറ്റി ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും മറ്റ് ഘടകങ്ങളെല്ലാം ആശ്രയിച്ച് അതിന്റെ പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് സാധ്യമായ മണ്ഡലങ്ങളിൽ KSU നേതാക്കളെ പരിഹരിക്കുന്ന പാരമ്പര്യമാണ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പാലശ്ശേരി നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനത്തെ നേതൃത്വം കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയായിരുന്നു. ആ ഒരു തീരുമാനത്തിന്റെ അന്തിമ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറക്ക് ആവശ്യമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് അതിന്റെ ഔചിത്യമെന്ന് മനസ്സിലാക്കും. ശരി ഷമാസ്, പ്രതികരിച്ചതിന് നന്ദി.